എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കണത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ചിക്കൻ അങ്ങോട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് കുറച്ച് മൈദ, കോൺഫ്ലവർ, കാശ്മീരി മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും കുറച്ച് സോയാ സോസും ഒരു മുട്ടയുടെ വെള്ളയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചിക്കനും ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് രണ്ട് സൈഡും നന്നായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ അവിടെ കിടന്ന് പൊരിയട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു ചെറിയൊരു സോസ് ഉണ്ടാക്കി മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സോസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ്, ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, സോയാ സോസ്, കുറച്ച് ഉപ്പും ഒരു സ്പൂൺ വിനീഗറും ചേർത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചോട്ടോ. ഇനി എന്താ, ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, സബോള നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കും ഒനിയനും ഇട്ട് കൊടുക്കട്ടെ. ഇത് അധികം വറ്റേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് കുരുമുളക് ഉപ്പ് കൂടി ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സോസില്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ചിക്കനും കൂടി ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ ഗ്രേവി ടൈപ്പ് ചില്ലി ചിക്കൻ അല്ല വേണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ ഉണ്ടാക്കേണ്ടായിരുന്നത് കുറച്ച് ഗ്രേവി ടൈപ്പ് ചില്ലി ചിക്കൻ ആയിരുന്നു. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നന്നായി ഗ്രേവി നല്ല തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൈ.